എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡിസൈൻ മേഖലയെ കുറിച്ചാണ്. നമുക്കറിയാം എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഈ മേഖലയിലേക്ക് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിന് കൂടുതൽ പ്രാധാന്യമുണ്ടെങ്കിൽ ഡിസൈൻ മേഖലയിൽ നമുക്ക് സ്കില്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നറിയാം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴില് സർവകലാശാലയ്ക്ക് സമാനമായിട്ടുള്ള പദവിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈന് കൽപ്പിച്ചു വന്നിട്ടുള്ളത്. ഡിസൈൻ മേഖലയിൽ നമുക്ക് ബിഡെസ് എന്ന് പറയുന്ന കോഴ്സിനാണ് പ്രാധാന്യം വരുന്നത്. ഇത് നമുക്ക് 5 സ്ഥലത്താണ് മെയിൻ ആയിട്ടും ഉള്ളത്. NID അഹമ്മദാബാദ്, ഇതിന്റെ എക്സ്റ്റൻഷൻ ക്യാമ്പസുകൾ വരുന്നത് ഗാന്ധിനഗറിലും അതുപോലെ ബാംഗ്ലൂരിലുമാണ്. 2 NID ആന്ധ്രാപ്രദേശ്, 3 NID ഹരിയാന, 4 NID മധ്യപ്രദേശ്, അവസാനത്തെ 5ാമത്തെ NID ആസാം എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ വരുന്നത്. ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 1-ാം തീയതി രാത്രി 11:59 വരയ്ക്കുമുള്ള ടൈം പീരീഡ് ആണ്. അപ്പൊ നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എത്രയും വേഗം നിങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഗ്രൂപ്പ് മാത്രമല്ല, കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും അത് +2 ഏത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും നമുക്ക് ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. ഇനി കഴിഞ്ഞ വർഷം നമുക്ക് ഡിസംബർ 3-ാം തീയതി ആയിരുന്നു ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വന്നത്. ജനുവരി 5, 2025 ഇതിന്റെ പ്രിലിംസ് ഉണ്ടായിരുന്നത്. ഏപ്രിൽ 1-ാം തീയതി റിസൾട്ട് വന്നു. അതുപോലെ തന്നെ ഏപ്രിൽ 14-ാം തീയതി നമ്മൾ മെയിൻസിന് വേണ്ടതായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വരികയും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഏപ്രിലില് നമുക്ക് അവസാനം തൊട്ട് മെയ് 14 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതില് കുറെ അപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിന്റെ റിസൾട്ട് വരും. എന്തായാലും ഏപ്രിൽ 26 മുതൽ മെയ് 4 വരെയാണ് ഇതിന്റെ മെയിൻസ് എക്സാം. അപ്പൊ അത് കഴിയുമ്പോൾ ഏകദേശം ഒരു 1 മന്തിന്റെ ഉള്ളിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ റീചെക്കിംഗ് ഉണ്ട്, സീറ്റ് അലോട്ട്മെന്റ് പ്രൊസീജിയർ ഉണ്ട്, അതുപോലെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് വരും, പിന്നെ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു, നമുക്കൊരു പ്രിലിംസ് എക്സാം ഉണ്ട്, ഒരു മെയിൻസ് എക്സാം ഉണ്ട് അല്ലെ. പ്രിലിമിനറി എക്സാമിന്റെ മാർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയില്ല. അതായത് പ്രിലിംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മെയിൻസിന്റെ മാർക്ക് ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് കോഴ്സുകളെ കുറിച്ച് പരിചയപ്പെടാം. ഓരോ NIDകളിലുമുള്ള കോഴ്സുകളാണ് പറയുന്നത്. എത്ര സീറ്റ് അവൈലബിൾ ആണ് എന്നുള്ളതും നമ്മൾ പറയും. NID അഹമ്മദാബാദ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ആണ് ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് കോഴ്സ്. 4 കോഴ്സാണ് ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലുള്ളത്. ഒന്ന് അനിമേഷൻ ആൻഡ് ഫിലിം ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സാണ്. 19 സീറ്റുകളാണ് ഇതിൽ ലഭ്യമായിട്ടുള്ളത്. 2ാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് എക്സിബിഷൻ ഡിസൈൻ ആണ്. 13 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3ാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഫിലിം ആൻഡ് വീഡിയോ ഡിസൈൻ ആണ്. 13 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4ാമത്തെയും അവസാനത്തെയും ഗ്രാഫിക് ഡിസൈൻ ആണ്. 19 സീറ്റാണ് ഉള്ളത്. ഇതാണ് ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലുള്ള അവൈലബിൾ സീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഉണ്ട്. 3 കോഴ്സുകളാണുള്ളത്. 1ാമത്തെ സിറാമിക് ആൻഡ് ഗ്ലാസ് ഡിസൈൻ, 13 സീറ്റാണ് ഉള്ളത്. ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ 13 സീറ്റുകള്. അതുപോലെ പ്രൊഡക്റ്റ് ഡിസൈൻ 19 സീറ്റ്. ഇനി 3ാമത്തെ ഫാക്കൽറ്റി ഓഫ് ടെക്സ്റ്റൈൽ, അപ്പാരൽ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ആക്സസറീസ് ഡിസൈൻ ആണ്. ഇവിടെ ടെക്സ്റ്റൈൽ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സാണ്. 19 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് NID അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ബാക്കിയുള്ള NIDs അഹമ്മദാബാദ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ആസാം. ഇവിടെ എല്ലാം തന്നെ സെയിം ആയിട്ടുള്ള 4 കോഴ്സുകളാണ് ഉള്ളത്. ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, 25 സീറ്റുകളാണ് ലഭ്യമായുള്ളത്.
ഇൻഡസ്ട്രിയൽ ഡിസൈൻ 25 സീറ്റ്, അതുപോലെ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ 25 സീറ്റ്. അങ്ങനെ ഓരോ സ്ഥാപനങ്ങളിലും 75 സീറ്റുകളാണ് ഇൻടേക്ക് ആയിട്ട് വരുന്നത്. ഇനി ബിഡെസിന് വേണ്ടതായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, നമുക്ക് എനി സ്ട്രീം, ഏത് സ്ട്രീം വേണമെങ്കിലും എടുക്കാം അല്ലെ. സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സ്ട്രീം ഉണ്ടെങ്കിലും നമുക്ക് ബി ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് 2005 ജൂലൈ 1 മുൻപ് ആകാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷത്തെ ആനുകൂല്യവും, അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 5 വർഷത്തെ വരെ ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം എഴുതാനായിട്ടുള്ള ഇളവ് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് യൂഷ്വൽ നമ്മളൊരു എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഫോട്ടോ, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ് എന്നിവ എല്ലാം തന്നെ ഇവിടെയും ഓൺലൈൻ ആയിട്ട് അപേക്ഷ പൂരിപ്പിക്കേണ്ടതാണ്. ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് admissions.nid.edu എന്നുള്ളതാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി ഞാൻ പറയാം, admissions.nid.edu എന്നുള്ളതാണ്. ഇനി ഇവിടെ വരുന്ന നമ്മളുടെ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, നമ്മളെ ജനറൽ വിഭാഗം, പിന്നോക്ക വിഭാഗം എന്ന് പറയും, OBC, അവർക്കെല്ലാവർക്കും രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് 3000 rupees ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പട്ടിക വിഭാഗക്കാർക്ക് 1500 രൂപയും, ട്രാൻസ്ജെൻഡറിലുള്ള ആളുകൾക്ക് 500 രൂപയുമാണ് രജിസ്ട്രേഷൻ ആയിട്ട് ഫീസ് വരുന്നത്. ഇനി നമുക്ക് ബി ഡിസൈൻ എന്ന് പറയുന്ന 4 കൊല്ലത്തെ കോഴ്സ്, ആ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സാമിനേഷൻ സെന്റേഴ്സ് 17 എക്സാം സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെന്റർ. ഇനി അതുപോലെ തന്നെ ബാംഗ്ലൂര്, ചെന്നൈ, മുംബൈ, ഡൽഹി എന്നുള്ള മെട്രോ നഗരങ്ങളിൽ, അങ്ങനെ 17 നഗരങ്ങളിലാണ് ഈ ഒരു എൻട്രൻസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. 2025 പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് ഡിസംബർ 21 എക്സാം വെച്ചിട്ടുള്ളത്. റിസൾട്ട് വരുന്നത് ഏപ്രിൽ മാസം 7 ഇപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരമെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മെയിൻസ് എക്സാമിനുള്ള സാധ്യതയാണ്. മെയിൻസ് എക്സാമിനുള്ള സാധ്യത, നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാനുള്ള സാധ്യത ഏപ്രിൽ മാസം 15 എക്സാം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 26 മുതൽ മെയ് 4 വരെയാണ് വരാനുള്ള സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത്. ഈ ഒരു മെയിൻസ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റുഡിയോ ടെസ്റ്റും അതുപോലെ തന്നെ ഇൻ പേഴ്സൺ സെൻസിറ്റിവിറ്റി ടെസ്റ്റുമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പടം വരയ്ക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ ചിന്തിച്ച് കാട് കയറാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർക്കും, അതുപോലെ തന്നെ നന്നായിട്ട് പടം വരയ്ക്കാൻ കഴിവുള്ളവർക്കും, തിങ്ക് ചെയ്യാനായിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാർക്ക്, കോഗ്നിറ്റീവ് സ്കിൽസ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും NID എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റേ ട്യൂൺ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 9188142143. നമ്പർ ഒരിക്കൽ കൂടി 9188 142 143. Okay then, thank you, all the best.